ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നും നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോകുന്നതാണ്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഹാമ്പേഴ്സിൻ്റെ ഉണ്ടാക്കേണ്ട സാധനങ്ങളും കാര്യങ്ങളും വാങ്ങിക്കാനുള്ളതും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഫ്രണ്ടും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പം നമ്മൾ രണ്ടാളും പുതിയരൂരിലെത്തി അവിടുന്ന് പോവുക ചെയ്തത്. പയ്യന്നൂർ ബസ് ഒരു ബസ്സില്ലേ, ലിമിറ്റഡ് സ്റ്റോപ്പിൽ വരുന്ന അങ്ങനെയുള്ള ഒരു ബസ്സിലാണ് കയറിയത്. എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, അത്രയും അവർക്ക് സ്റ്റോപ്പ് കുറവായിരിക്കുമല്ലോ ആ ബസ്സിന്. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് പോകുക. അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട അവസ്ഥയായിരിക്കും. നമ്മൾ കോളേജിലെത്തിയിട്ടുണ്ട്. ഇതാണ് കോളേജ്. ഞാൻ പഠിക്കുന്നത് സർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നിക്കൽ സ്റ്റഡീസിലാണ്. അപ്പം ഇതാണ് നമ്മൾ കോളേജ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പോകേണ്ട ആവശ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടോണേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സെമ്മിൽ. അപ്പോൾ അത് കണ്ടോണേഷൻ്റെ ഫീസെല്ലാം അടച്ച് എക്സാമിന് മുമ്പേ അടച്ചത്. അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയ സമയത്ത് 2 പ്രാവശ്യം സാർ അവിടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പം ലീവാണല്ലോ, ഈ ഒരു ടൈം വിളിച്ചു വെച്ചിട്ട് പോവുക ചെയ്തത്. അപ്പം അങ്ങനെ അവിടെ എത്തി പേപ്പേഴ്സെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് പറഞ്ഞത് ഒരു ലീവ് ലെറ്റർ എഴുതേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എഴുതുമ്പോൾ എനിക്ക് മാം തന്ന ആ ഒരു ഡേറ്റിൽ ഫെബ്രുവരി ജാനുവരി എന്നുള്ള ഓർഡറിലാണ് ഉണ്ടായി. അപ്പം ഞാനത് ശ്രദ്ധിക്കാണ്ട് അതുപോലെ തന്നെ എഴുതി. ശരിക്കും നമ്മൾ ജാനുവരി ഫെബ്രുവരി എന്നാണല്ലോ എഴുതേണ്ടത്. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല, എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. അപ്പം അതൊന്നും കൂടി അവിടുന്ന് മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ് അങ്ങനെ എഴുതണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി അവിടുന്ന് മാറ്റി എഴുതി പിന്നെ അതിലും കൊടുക്കുക ചെയ്ത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. എക്സാം ടൈം തന്നെയാണ് പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കി. അപ്പം സാർ ഉണ്ടായിട്ടില്ല, 2 പ്രാവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ വേറൊരു സാറ് പറഞ്ഞ് ഇനി വരുവാണെങ്കിൽ കാരണം എക്സാം കഴിഞ്ഞല്ലോ, അപ്പം ഇനി വരുവാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ട് പോവുക ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കി അതിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ ഓഫീസിൽ കൊണ്ടു കൊടുക്കുക ചെയ്യുന്നത്. അത്ര ഒരുപാട് ടൈമൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ, കോളേജും ഇല്ല, അങ്ങനെ തിരക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം വേഗം ഞാൻ പോയപാട് തന്നെ അതിൻ്റെ കാര്യങ്ങളിൽ നോക്കി അതെല്ലാം കൊടുത്ത് പിന്നെ അങ്ങനെ തിരിച്ചു വരിക ചെയ്തത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം സബ്മിറ്റ് എല്ലാം ചെയ്തതിന് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മൾ കോളേജിൻ്റെ ആ ഒരു വീഡിയോസെല്ലാം എടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ കോളേജ് വരുന്നത്. നമുക്കൊരു പുതിയ ബിൽഡിങ്ങും വരുന്നുണ്ട്. നമ്മളെ ആ ഒരു എൻട്രൻസിൻ്റെ ആ ഭാഗത്തായിട്ടൊരു പുതിയ ബിൽഡിങ് വരുന്നുണ്ട്. പിന്നെയെന്ന് പറയുമ്പം ഇതാണ് നമ്മൾ കോളേജ് വരുന്നത്. പിന്നെ ഇവിടെ ആരെങ്കിലും മുമ്പ് പഠിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുകയെന്ന് പറയുമ്പം നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയി അങ്ങനെയാണല്ലോ പോവുക. വരുന്നതായാലും അങ്ങനെയാണ്, സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ഓട്ടോന് വരിക ചെയ്തത്. അതുപോലെ തന്നെ ഓട്ടോന് തിരിച്ചു പോയിട്ട് അവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് ബസ് ലിമിറ്റഡ് തന്നെ കയറാൻ നോക്കി. പക്ഷേ അവിടെ നല്ല തിരക്കാണ്, ലിമിറ്റഡെല്ലാം നല്ല തിരക്കായിക്കൊണ്ട് ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് എന്തായാലും സീറ്റുള്ള തന്നെ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിൽ KSRTC വന്നേരം അതിലങ്ങനെ ആളുണ്ടാവില്ലല്ലോ, അപ്പോൾ അതിൽ കയറാൻ വിചാരിച്ച്. അപ്പം അങ്ങനെ KSRTCയിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായത്. അപ്പോൾ KSRTCയിൽ കയറിയ പാടന്നെ എല്ലാ സീറ്റിലും ഈ ഒരു വിൻഡോ സൈഡ് ഓരോ ആളായിട്ടുണ്ട്. ബാക്കിയുള്ള സീറ്റ് ഒഴിവാണെങ്കിലും വിൻഡോ സൈഡ് ഫുൾ ഫില്ലായിട്ടാണ് ഉണ്ടായത്. അപ്പം നമ്മൾ തൽക്കാലം ഒരു സൈഡിലിരുന്ന് പിന്നെ ബാക്കിലൊരു സീറ്റ് ഉണ്ടാവും, ആ ഒരു ഡോറിൻ്റെ ഭാഗത്തായിട്ടുള്ള ആ സീറ്റിലേക്ക് മാറിയിരിക്കാൻ പോയപ്പം എനിക്ക് തോന്നുന്നു അവിടെ കണ്ടക്ടർക്ക് ഇരിക്കേണ്ട ഒരു സീറ്റ്. അപ്പോൾ അവർ പറഞ്ഞ് ഒരു സീറ്റിലിരുന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 ആളുള്ളതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ പോയി. ഇതിപ്പോൾ വളവട്ടണം പാലാണ് കേട്ടോ, അറിയണ്ടാവുമായിരിക്കും, ഇവിടെയുള്ളവരുണ്ടാവുമായിരിക്കും. അങ്ങനെ പിന്നെ ആ ഒരു വിൻഡോ സീറ്റ് നമുക്ക് കിട്ടിയത് പിന്നെ പുതിയൊരു അങ്ങനെ എത്തിയ സമയത്താണ്. അപ്പം നമ്മൾ പുതിയൊരു ഇറങ്ങിയ സമയത്ത് അങ്ങനെ ആ ഒരു വിൻഡോ സീറ്റ് വന്നപ്പോൾ നമ്മളവിടെ മാറിയിരിക്കുക ചെയ്തത്. അപ്പം നമ്മൾ നേരെ പുതിയൊരുന്നാണല്ലോ, നമ്മൾ പുതിയൊരുവിൽ വന്നിട്ട് പിന്നെ 2 ആളും ഒന്നിച്ചിട്ട് അങ്ങോട്ടേക്ക് കോളേജിലേക്ക് പോവുകയാണല്ലോ ചെയ്തത്. അപ്പം ഇപ്പം പുതിയൊരുവിൽ ഇറങ്ങാണ്ട് കണ്ണൂർ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹാമ്പറിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുള്ളതുകൊണ്ട് നേരെ കണ്ണൂർ ടൗണിലേക്ക് പോവുക ചെയ്തത്. ഇപ്പം ഇതിന് തൊട്ട് മുമ്പ് 3 വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ആ ഒരു മാരേജിൻ്റെയും പിന്നെ ഒരു ഫ്രണ്ട്സായിട്ട് ഔട്ടിങ് പോയ അതിൻ്റെ തന്നെ പാർട്ട് 2 ആയിട്ട് ആ ഒരു ഷോപ്പിംഗ് വ്ളോഗ് പോലെ ഗ്രീൻ സിപ്പ് പോയതിൻ്റെ വ്ളോഗും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വ്ളോഗ് ഇതുപോലെ ഇടുന്നത് ഫസ്റ്റ് ടൈം. ഇപ്പോൾ കുറേ ആയല്ലോ വീഡിയോസെല്ലാം ഇട്ട്, അതിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ വ്ളോഗ്സ് ഇടുന്നത്. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് വ്ളോഗിൽ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കത് കേൾക്കുമ്പം ഇപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ പറയുന്നത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞറിയിക്കട്ടോ. എനിക്ക് അങ്ങനെ ഓവറായിട്ട് എന്നല്ല, നല്ല രീതിയിൽ ഞാൻ പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ
പിന്നെ ഫസ്റ്റായിട്ട് എനിക്ക് ചോക്ലേറ്റ്സ് വേണമായിരുന്നു ഹാമ്പറിൽ വെക്കാൻ. കിക്കാറ്റാണ് അവർ പറഞ്ഞിട്ടുണ്ടായത് കസ്റ്റമർ. അപ്പം ഇവിടെ നമ്മൾ എമിറേറ്റ്സിലാണ് വന്നിട്ടുള്ളത്, കണ്ണൂർ മാർക്കറ്റ് റോഡ് അങ്ങനെ ഉള്ള എമിറേറ്റ്സിൽ വന്നിട്ട് ഈ ഒരു കിക്കാറ്റാണ് എടുത്തിട്ടുണ്ടായത്. അപ്പം പിന്നെ വേണ്ടത് അവരുടെ തന്നെ ഷോപ്പാണെന്ന് പറഞ്ഞിട്ട് അവർ എനിക്ക് തൊട്ടപ്പുറമുള്ളൊരു എനിക്ക് പെർഫ്യൂം വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞിട്ട് എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല, എമിറേറ്റ്സിൻ്റെ തന്നെ തൊട്ട് കുറച്ചപ്പുറത്ത് തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ അഥവാ പേര് ഓർമ്മ കിട്ടിയിട്ട് ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ, അതിൻ്റെ നെയിമും ഷോപ്പിൻ്റെ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പെർഫ്യൂം നോക്കാം, അവർ ഓരോ പെർഫ്യൂം പിന്നെ ബഡ്ജറ്റ് കസ്റ്റമർ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള പെർഫ്യൂമാണ് ഞാൻ നോക്കുന്നുണ്ടായത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് ഹോട്ട് അങ്ങനെ എന്തോ പറഞ്ഞില്ല, അതും ഒരു ബ്രൗൺ കാണിച്ചത്, അതും ആണ് ലാസ്റ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത്. അതിൽ നിന്ന് ലാസ്റ്റ് ആ ഒരു ബ്രൗൺ ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഞാൻ ഹാമ്പേഴ്സിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ കൊടുക്കാം. അപ്പം അങ്ങനെ അവർ ഓരോന്നും ഇങ്ങനെ അതിൻ്റെ സ്മെല്ല് നമുക്ക് കാണിച്ചു തന്നിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുകയാണ് ചെയ്തത് നമ്മൾ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ സഫയർ സോന റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായത്. അവിടെ നിന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ പോവുക ചെയ്തത്. പിന്നെ ഹാമ്പറാണല്ലോ, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഹാമ്പറിൻ്റെ ബോക്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ എമിറേറ്റ്സിൽ പോയി അവിടെ നിന്നും നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഈ ഒരു ബോക്സ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ കസ്റ്റമർ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിൽ ആ ഒരു ബോക്സ് ഓക്കെ ആവില്ലാന്ന് തോന്നി. അത് മാത്രമല്ല അവർ പറഞ്ഞ പ്രോഡക്റ്റ്സ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോക്സ് എനിക്ക് തോന്നിയത് കുറച്ച് ചെറുതായിരിക്കും, അതുകൊണ്ട് പിന്നെ അത് എടുത്തിട്ടില്ല. പിന്നെ മാത്രമല്ല കസ്റ്റമർ എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരുക ചെയ്യുന്നത്, ഡ്രസ്സ് ഹാമ്പറാണ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഡ്രസ്സ് വാങ്ങിത്തരാം, അവരെനിക്ക് ഇതുവരെ ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് വാങ്ങിച്ചു തന്നിട്ടില്ല. ഞാൻ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട അന്ന് രാവിലെയാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നത്. ഹാമ്പർ ഞാൻ ഉച്ചക്ക് ആ ഒരു ടൈമാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് എത്ര വരും എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാണ്ട് ഹാമ്പർ സെറ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇതുപോലെ വാങ്ങിക്കാനുള്ളതെല്ലാം വാങ്ങാം. അപ്പോൾ ഈ നൈഫ് ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ബ്ലൂ ആണ് ഫസ്റ്റ് എടുത്ത് തന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞ എപ്പോൾ ബ്ലൂ ആയിട്ടല്ലേ, എനിക്കത് വേണ്ട ബ്ലാക്ക് മതി എന്നിട്ട് മാറ്റം ചെയ്ത്. പിന്നെ ഇവിടെ കുറേ നമ്മൾ ഈ ഫോട്ടോയെല്ലാം എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്സ് എല്ലാം ഉണ്ടായിന്. അപ്പം അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് അത് ക്യൂട്ടായിട്ടുള്ള ബോട്ടിലും കാര്യങ്ങളിലും കണ്ട സമയത്ത് അതെല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവുക ചെയ്ത്. പിന്നെ അവിടെ ക്യാൻഡിൽസ് ഉണ്ടായത്, എനിക്ക് ഈ ഒരു ക്യാൻഡിൽ നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്. ആ ഒരു കുഞ്ഞ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലൊരു എന്താ ഗ്ലാസ്, ആ ഒരു ഗ്ലാസ്സിലായിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വേറെയും 2-3 ക്യാൻഡിൽസ് എല്ലാം ഉണ്ടായിന്. അപ്പം അതെനിക്ക് ആ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ളത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല അത്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളിൽ വാങ്ങിയിട്ട് ഇറങ്ങാം. പിന്നെ എനിക്ക് അവിടുന്ന് ഫോം ബോർഡ് കിട്ടാത്തതുകൊണ്ട് തന്നെ ത്രെഡ് ഹൗസിലേക്കാണ് ഫോം ബോർഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ടായത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ പ്രിൻറ്റിങ് ഷോപ്പിൽ വന്നിട്ട് അവിടെ അങ്ങനെ പ്രിൻ്റ് എടുക്കാൻ അത് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പിന്നെയും ടൈം ആവും എന്ന് പറഞ്ഞപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ട് അവിടുന്ന് പ്രിൻ്റ് എടുക്കേണ്ടത് അവരെടുത്തു വെക്കുമെന്ന് പറഞ്ഞു. അപ്പം ബാക്കി സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാന്ന്. അപ്പം അവിടെ പോയാൽ എന്നോട് അവിടെ ഉണ്ടായ ഫോം ബോർഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇങ്ങനെ കളർ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കളർ ഇതായിക്കൊണ്ട് ഞാൻ പറഞ്ഞു വേറെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ വലിയ ബോർഡാണ് ഉള്ളത്, അതെന്തോ 600 സംതിങ് വലിയ ഒരു ഷീറ്റായിട്ടായിരുന്നു. അതെനിക്ക് എടുത്തിട്ട് പോകാൻ കൂടി കഴിയൂല. അപ്പോൾ അവരെനിക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളതെല്ലാം കാണിച്ചെന്ന്. അപ്പോൾ എനിക്ക് റെഡിമെയ്ഡ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ആവുമെന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടില്ല. ഒരു ഫോം ബോർഡ് വാങ്ങി ഞാൻ തിരിച്ചു പോവാന്ന്. നമ്മൾ അവിടുന്ന് ബസ് പിന്നെ പ്രിൻറ്റിങ് വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. എന്നിട്ട് പ്രിൻറ്റിങ്ങൊക്കെ വാങ്ങി തിരിച്ചു പോവുക. അപ്പം ഫ്രണ്ട് അവിടെ നിന്ന് തന്നെ അങ്ങോട്ടേക്കുള്ള ബസ്, കണ്ണാടി പറമ്പാണ്, അങ്ങോട്ടേക്ക് ബസ് കയറി ഞാൻ എൻ്റെ ബസ്സും കയറി അങ്ങനെ തിരിച്ചു പോവുക ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇപ്പം ഞാൻ ടിക്കറ്റ് കാണിക്കുന്ന സമയത്ത് മുമ്പുണ്ടായ ഒരു വൈറ്റ് ബോർഡ് അതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ഫോം ബോർഡ്. അപ്പം ബസ്സിൽ അങ്ങനെ തിരക്കുണ്ടായിട്ടില്ല, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല പേടിയുണ്ടായിന്, ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ ഈ ഫോം ബോർഡും പിടിച്ച് എനിക്ക് ബസ്സിൽ കയറും, ഇങ്ങനെ തിരക്കുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെക്കാനും പറ്റില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരിക്കും. മാത്രമല്ല എനിക്ക് കിട്ടിയ സീറ്റാണെങ്കിൽ ആ ഡ്രൈവറിൻ്റെ നേരെ ബാക്കിലുള്ള സീറ്റ്, അപ്പം മുമ്പിൽ കുറച്ച് സ്പേസ് ഉണ്ടാവില്ല, അതുകൊണ്ട് വെക്കാനും വലിയ വിഷമം ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയല്ലാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഹാമ്പറിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.